നമസ്കാരം. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രൻ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന സംശയം ശാസ്ത്രലോകത്തെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഇപ്പോഴിതാ ചന്ദ്രന്റെ രൂപീകരണത്തെക്കുറിച്ചും ഭൂമിയുടെ ജല ഉത്ഭവത്തെക്കുറിച്ചുമുള്ള അന്വേഷണങ്ങൾ സജീവമാവുകയാണ്. അടുത്തിടെ ഗോട്ടിങ്കൽ സർവകലാശാലയിലെയും മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സോളാർ സിസ്റ്റം റിസർച്ചിലെയും ഗവേഷകർ നടത്തിയ പഠനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ചന്ദ്രന്റെയും ഭൂമിയുടെയും സാമ്പിളുകൾ വിശകലനം നടത്തിയ ഇവർ ഭൂമിയുടെ ആവരണ വസ്തുക്കളിൽ നിന്നാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്നാണ് വാദിക്കുന്നത്. പ്രോട്ടോ പ്ലാനറ്റ് ചന്ദ്രന്റെ ഘടനയിൽ ഗണ്യമായ സംഭാവന നൽകിയെന്ന ദീർഘകാലമായുള്ള സിദ്ധാന്തത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ് ഗവേഷകരുടെ ഈ പുതിയ കണ്ടെത്തൽ. പ്രൊസീഡിംഗ്സ് ഓഫ് ദി നാഷണൽ അക്കാദമി ഓഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത് 14 ചാന്ദ്ര സാമ്പിളുകളിൽ നിന്നുള്ള ഓക്സിജൻ ഐസോടോപ്പുകളും 191 ഭൗമ അളവുകളും ലേസർ ഫ്ലൂറിനേഷൻ ഉപയോഗിച്ച് വിശകലനം നടത്തിയെന്നാണ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ഓക്സിജൻ 17 ഐസോടോപ്പുകൾ തമ്മിൽ അടുത്ത ഐസോടോപ്പിക് സാമ്യം ഇതിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശതകോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുമായി കൂട്ടിയിടിച്ചതായി വിശ്വസിക്കപ്പെടുന്ന പ്രോട്ടോ പ്ലാനറ്റായ തീയുടെ പ്രധാന സംഭാവനയാണ് ചന്ദ്രന്റെ ഘടനയ്ക്ക് കാരണമെന്ന കണ്ടെത്തലിന് വിരുദ്ധമാണ് പുതിയ പഠനം. ഭൂമിയിലെ ജലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകളും തലപൊക്കിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം പരക്കെ അംഗീകരിക്കപ്പെട്ട വെനീർ ഇവൻ സിദ്ധാന്തം അനുസരിച്ച് ചന്ദ്രന്റെ രൂപീകരണത്തിന് ശേഷമുണ്ടായ ആഘാതങ്ങളിലൂടെയാണ് ഭൂമിയിൽ വെള്ളം എത്തിയത്. പുതിയ പഠനം ഇതിനും വിരുദ്ധമാണ്. പുതിയ പഠനം വരും ദിവസങ്ങളിൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾക്ക് വഴി തുറക്കും. സൗരയുദ്ധവും ഗ്രഹങ്ങളും എന്നും മനുഷ്യരാശിയെ ത്രസിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ചന്ദ്രൻ എക്കാലവും കൗതുകം ജനിപ്പിക്കുന്ന അത്ഭുതമാണ്. വർഷങ്ങളായി ചന്ദ്രൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പുതിയ കണ്ടെത്തലും അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ചന്ദ്രൻ ചുരുങ്ങുന്ന പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരുടെയും ധാരണ എന്തെന്നാൽ ചന്ദ്രന് യാതൊരു മാറ്റവും സംഭവിക്കാത്ത ജീവനില്ലാത്തതൊന്നാണെന്നാണ്. എന്നാൽ അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്ന സജീവമായ ഒരു ഗ്രഹമാണെന്നാണ് ചന്ദ്ര ഭൗമശാസ്ത്രജ്ഞൻ ടോം വാട്ടേഴ്സ് പറയുന്നത്. അപ്പോളോ യുഗം മുതൽ തന്നെ ചന്ദ്രനെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിലെ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തീവ്രത രേഖപ്പെടുത്തുന്നതിനുമായി ചന്ദ്രനിൽ ഭൂകമ്പ മാപ്പിനികളും സ്ഥാപിച്ചിട്ടുണ്ട്. 2027 ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാൻ പദ്ധതിയിടുന്ന നാസയുടെ ആർടെമിസ് ദൗത്യത്തിന്റെ ലാൻഡിംഗ് സ്ഥലങ്ങൾക്ക് സമീപമാണ് ഏറ്റവും ശക്തമായ ആഴം കുറഞ്ഞ പ്രകമ്പനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തായി ഒരിക്കലും സൂര്യപ്രകാശം ലഭിക്കാത്ത പ്രദേശങ്ങളുമുണ്ട്. ഇവയെ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. ചിലർ ഈ പ്രദേശം തണുത്തുറഞ്ഞതാണെന്നാണ് കരുതപ്പെടുന്നത്.